സാഹചര്യത്തിൽ അവർ വിശദീകരിച്ചു വെച്ച വിഷയത്തിന്റെ ബാക്കിയായി തന്നെ ആരാണ് കാന്തപുരമെന്നും എന്താണ് മർക്കസ് എന്നുമൊക്കെ അവര് പറഞ്ഞു വെച്ച വിഷയങ്ങളുടെ ബാക്കിയായി അവര് പറയാത്ത ചില കാര്യങ്ങൾ കൂടി പറയാനാണ് ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിൽ മുജാഹിദീകൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി പണ്ഡിതന്മാര് പറഞ്ഞു വെച്ച അവർ സംസാരിച്ച സംസാരങ്ങളുടെ പ്രഭാഷണങ്ങളുടെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ വക ഒന്നും പറയാതെ, ഞങ്ങളുടെ പുസ്തകം വായിക്കാതെ നേരെ ഈ നാട്ടിലെ സുന്നികൾ എന്നറിയപ്പെടുന്ന ആളുകളെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ അനുകൂലികളെയും പ്രതികൂലികളെയും വാക്കുകളിലൂടെ ഇൻഷാ അല്ലാഹ് കാണിക്കും, വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് റബ്ബ് അനുഗ്രഹിക്കട്ടെ. സൂചിപ്പിച്ചത് ഈ രൂപത്തിലുള്ള കുപ്രചാരണങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവിടെ ആഗ്രഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്കുള്ള ആളുകളെ ഒഴുക്ക് ഇല്ലാതാക്കലാണ് എന്ന് ബോധ്യമാകാൻ മുജാഹിദുകളുമായി ഏതൊക്കെ രൂപത്തിന് മുസ്ലിങ്ങൾ പെരുമാറണം, എങ്ങനെയൊക്കെ ബന്ധപ്പെടണമെന്ന് ഇവരുടെ തന്നെ ഈ കാന്തപുരത്തിന്റെ കൂടാരത്തിൽ നിന്ന് മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങി വന്ന് സഖാഫി പട്ടം വാങ്ങി നാടിനീളെ പ്രസംഗിച്ചുടക്കുന്ന ഒരു മുസ്ലിയാർ തന്നെ പറയുന്ന ഭാഗം നിങ്ങൾ ആദ്യം കേൾക്കുക. ഇൻഷാ അല്ലാഹ് അവിടെ അങ്ങോട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാം. അവേതായിരുന്നാലും അതിൽ മുബത്തദീങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കസംഗതികൾ. ആരാ മുബത്തദീ? വഹാബി, മൗദൂദി, തബ്ലീഗ്, കള്ളത്തരീഖ് ഒക്കെ ഇവരോട് പെരുമാറേണ്ടത്. അവരുമായി കൂടി പെരുമാറാതിരിക്കുക, കണ്ടുമുട്ടിയ സലാം പറയാതിരിക്കുക, സലാം പറഞ്ഞ മടക്കാതിരിക്കുക, അവരുമായി വിവാഹം നടത്താതിരിക്കുക, പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. അപ്പൊ മാപ്പിള ജാതികൾ തമ്മിൽ ഒരു ബന്ധം പറ്റൂല. മറ്റേപ്പം പൈസ കടം വാങ്ങിയൊരു പേരുകുട്ടിന്റെ ഒന്നും വാങ്ങൂല. നമ്മൾ പെരിയ തെങ്ങ് തടം തുറക്കാൻ അത് നമ്മൾ കടുങ്ങനും വിളിച്ചല്ലേ. ഏകദേശം മുസ്ലിം തമ്മിലുള്ള ബന്ധം അത് ഈ വിവാഹം, സലാം പറിച്ചില്ല, തുറന്നു കയറിച്ചില്ല, ഇതൊന്നും പറ്റൂല. ഇത് തീരുമാനിക്കണം ആരാണ്? അന്ന് അഹമ്മദ് ഖാൻ മുസ്ലിയാർ ഷാലിയാത്തി, രണ്ട് കുത്തബി മുഹമ്മദ് മുസ്ലിയാർ. പ്രായമുള്ള ആൾക്കാർക്ക് എന്നെക്കാളും പരിചയം ഉണ്ടാവും അല്ലേ? പാമ്പ് കടിച്ചിട്ട് കുത്തബിക്കൊന്നും പറ്റിയില്ല, പാമ്പ് എത്തുകയുന്ന കറാമത്ത് കാട്ടിയ. ഇതാണ് വഹാബി അടക്കമുള്ള അവരുടെ ഭാഷയിൽ മുബ്തദഈകളായ ആളുകൾ അവരുമായി പെരുമാറേണ്ടുന്ന ചുരുക്ക സംഗതികളാപ്പത്. മാപ്പിള ജാതിക്ക തമ്മിലുള്ള ഒരു ബന്ധം പാടില്ല. പിന്നെ പണം വായ്പ വാങ്ങാം, അതിന് പിന്നെ ഏത് വഹാബിയിലും കുഴപ്പമില്ല. വഹാബിയായാലും വേണ്ടില്ല, നീ മൗദൂദി എന്ന രാഷ്ട്രീയക്കാരനായാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല, പണം കടം വാങ്ങാ, ആ വക ഏർപ്പാടൊക്കെ പറ്റും. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ല. കാരണം നിലനിൽക്കണ എന്തിനാണ്? അതിനു വേണ്ടിയാണല്ലോ. ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ ആവട്ടെ, വിശദീകരിക്കാം നമുക്ക്. അപ്പൊ മാപ്പിള ജാതിക്ക തമ്മിലുള്ള ഒരു ബന്ധം പാടില്ല, വിവാഹം പാടില്ല, സലാം പറയാൻ പാടില്ല, സലാം അടക്കാൻ പാടില്ല. ആ നിരക്കുള്ള ഒരു ഇടപാടുകളും വഹാബികളുമായി അതേപോലെ ആ ഗണത്തിൽ വരുന്ന അവരുടെ ഭാഷയിൽ ഉപതീയങ്ങളിൽ അവർ പരിചയപ്പെടുത്തുന്ന ആളുകളുമായിട്ടൊന്നും പാടില്ല എന്നാണ് ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ പറഞ്ഞതല്ല എന്ന് തെളിയിക്കാനാണ് ഷാലിയാത്തിയെയും കുത്തുബിയെയും ഒക്കെ ഉദ്ധരിക്കുന്നത്. അപ്പൊ അവരൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പാമ്പ് കടിച്ചിട്ട് പാമ്പ് ചത്തെങ്കിലും അവിടെ ഈ വക ഫത്വകള് ആളുകൾ തള്ളിക്കളഞ്ഞുവെന്ന് മൂലയമാർക്കറിയാം. അവരൊക്കെ അക്കാലത്ത് ഫത്വ കൊടുത്തിട്ട് ആളുകൾ കുട്ടികളെ കെട്ടിക്കുമ്പോൾ തെരഞ്ഞെടുക്കുക മുജാഹിദിനെ കിട്ടുമെന്ന്. വഹാബിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലാന്ന് ഫത്വക്കിട്ട് മുസ്ലിയാക്കന്മാരെ അടക്കം അന്വേഷിക്കുകയാണ്. വഹാബി അടക്കിട്ടോ പുരാപ്പിളമാരായിട്ട് കൊടുക്കണ്ടെന്നുള്ളത് മാത്രമല്ല, പലരും വിശ്വസിച്ച് ഏൽപ്പിക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്ന പോലെ ഇതൊക്കെ വിശ്വസിച്ച ചില സാധുക്കൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഒന്നും കാണാൻ ഫത്വ കൊടുക്കൂല എന്ന് കരുതി അതൊക്കെ വിശ്വസിച്ച് ഒന്നാം നമ്പർ മുസ്ലിയാക്കന്മാരെ കൊണ്ട് മക്കളെ കെട്ടിച്ചോലുണ്ടായിരുന്നു. പക്ഷേ എന്തേണ്ടായത്? കുറച്ചു കഴിഞ്ഞപ്പോ ആ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒന്നാകെ വഹാബിക്ക് വരുന്ന പിന്നെ നമ്മൾ കണ്ടത്. മോലയന്മാർ കെട്ടിച്ച മനുഷ്യന്മാര്, ആ മുസ്ലിയാക്കന്മാര്, ഫൈസിയും ബാക്കവിയും ദാരിമയും അടക്കമുള്ള സഖാഫി കാമിലി വരെയുള്ള മനുഷ്യന്മാര് അവരൊന്നാകെ സലഫിലേക്ക് പോകുന്നതാണ് പിന്നെ കണ്ടത്. ഈ വക ഫത്വയും വിശ്വസിച്ച് ഒരു നിലക്കും നമ്മുടെ മക്കള് വഹാബി പോയി പെട്ടുകൂടാ എന്ന താല്പര്യം കൊണ്ട് മുസ്ലിയാക്കന്മാരെ കെട്ടിച്ചു കൊടുത്തു. പക്ഷെ ആ മുസ്ലിയാക്കന്മാർ കുടുംബസമേതം പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് കടന്നു വന്ന ചരിത്രം നമ്മൾ കണ്ടു കേരളക്കരയിൽ. അപ്പൊ എന്തെല്ലാം ഫത്വ ഏതെല്ലാം രൂപത്തിന് പ്രചരിപ്പിച്ചാലും ആളുകൾ അതൊക്കെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയുന്നുണ്ട് എന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇവര് പ്രചരിപ്പിക്കുന്നത് എന്താ? വഹാബികളായിട്ട് ബന്ധം പാടില്ല. പിന്നെ വിവാഹ ബന്ധങ്ങളും അതേപോലെയുള്ള ഇടപാടുകളും ഒക്കെ ആവേണ്ടത്
സുന്നിയാളോടാണ്. ഒന്നുകൂടി കൂട്ടി പറഞ്ഞാൽ ഇവരുടെ ഈ കറക്ക് കമ്പനിയിൽപ്പെട്ട ആളുകളോട് മാത്രമാണ്. കാന്തപുരം ടീമിനോട് വെക്കുന്ന അതിനോട് ആദർശപ്പെടുത്തമുള്ള ആളുകളോട് വേണ്ടത് അവരെ സുന്നിയുള്ളൂ, അല്ലാത്ത സുന്നിയല്ല എന്ന് പണ്ടേ ഒരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാത്ത സുന്നൊന്നും സുന്നിയല്ല എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവരാണ് ഇപ്പൊ സുമുസ്ലിമാഴത്ത്, അവരാണ് ഇസ്ലാം. അല്ലാത്തൊക്കെ പുത്തൻവാദി വഹാബി, വഹാബികളൊക്കെ പുത്തൻവാദികള്, മുബത്തദഈകള്, പുത്തനാശയക്കാര്, പിന്നെ പഴഞ്ചനാശയക്കാരാരാ ഈ പറയുന്ന ടീം. ഇവരാണത്രേ സുന്നി. എന്നാൽ അവര് സുന്നിയാണ് എന്നുള്ളത് അവർക്ക് പോലും 100% മനസ്സറിഞ്ഞ് ബോധ്യമില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. എന്തായിരുന്നാലും സംഘടനാ തലത്തിൽ നോക്കുകയാണെങ്കിലും സമസ്ത എന്ന പേരെടുത്താൽ ആ പേര് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ അർഹത അവർക്കല്ല എന്നുള്ളതിന് ആർക്കും തർക്കമില്ലല്ലോ. പിന്നെ സുപ്രീം കോടതി വിധി വന്നപ്പോ പറഞ്ഞു, രണ്ടൂട്ടനും പറഞ്ഞു ഒരിക്കൽ വിധി മനസ്സിലായിട്ടില്ല. AP കൗമ് സമസ്ത എന്നുള്ള പേരെ ഉപയോഗിച്ചുകൂടാ എന്ന് വിധി വന്നപ്പോ അവര് പറഞ്ഞെന്താ, അത് മറ്റൊരിക്കൽ തിരിയാത്തോണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കാന്നാ അവര് പറഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനിച്ചു. ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് പിന്നെ സുപ്രീം കോടതിന്റെ വിധി ദുർവ്യാഖ്യാനിക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഏതായിരുന്നാലും അക്കൂട്ടർ അവര് മാത്രമാണ് ഇസ്ലാമിലെ പഴഞ്ചനാശയം സ്വീകരിക്കുന്നവർ, ബാക്കിയെല്ലാം പുത്തനാശയക്കാർ, പുത്തൻവാദികൾ എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അവര് സുന്നിയാണെന്ന് അംഗീകരിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ സുന്നി എന്ന് പറയുമ്പോൾ നാം അതിന് നൽകുന്ന ആശയം എന്താണോ, ഉദ്ദേശം എന്താണോ, ആ ഉദ്ദേശത്തിന്റെ സുന്നി അല്ല അവര്. പിന്നെ അവര് സുന്നി വേറെ സുന്നിയാണ് എന്ന് EK സുന്നികൾ പറയട്ടെ. സാക്ഷാൽ EK അബൂബക്കർ മുസ്ലിയാർ തന്നെ പറയുന്നു, ഓരോ സുന്നി ഏതാ, നമ്മൾ ഉദ്ദേശിക്കുന്ന സുന്നിയാണോ അല്ലാത്ത സുന്നിയാണോ ശ്രദ്ധിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? ജനുവരി, അതിന്റെ മുമ്പ് എന്താ ഉണ്ടായത്? മുമ്പ് പിന്നെ ഡിസംബറിൽ 1-ാം തീയതിക്ക് ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു, സമസ്ത നിമിഷം. അപ്പോഴൊക്കെ എന്ത് ചെയ്തു? കോടതിയിൽ ചെന്നിട്ട് അതിനൊരു സ്റ്റേ. ഇതൊക്കെ നിങ്ങൾ പേപ്പർ മുഖേന ആര് ഈ ശുന്യ ചെയ്യുന്നത്? എന്തിന് ഇതാലോചിക്കാനാണ്? പക്ഷേ ആ സ്റ്റേ തള്ളിപ്പോയി. 1 അല്ല 2 അല്ല 3 ഒക്കെ തള്ളി. ഞങ്ങള് സമസ്തന്റെ മുഷാവറ യോഗം വിളിച്ചു. എന്നിട്ട് ആ വിളിച്ചു, അവർക്ക് എന്താ നോട്ടീസ് കൊടുത്തു, വന്നു. പക്ഷെ അതിന്റെ അന്ന് 4-ാമത്തെ കോടതിയിൽ സ്റ്റേ തള്ളിയ വിവരം എത്തിയപ്പോൾ 4 ആളുകൾ ഇറങ്ങി. കണ്ടോ? ഒരു ഇവനും ഒരു തങ്ങയും വേറെ 1-2 ആളും. ഏതാ തങ്ങ നിങ്ങൾക്കറിയാലോ, ഏതാണ് ഇവൻ ഔണ്ട് ഞാൻ പറയുന്നുണ്ടോ? അൽഹംദുലില്ലാ ഭാരം പോയി. അങ്ങനെ പോയി. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നി